അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ വിഷുവൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലത്തെ വിഷു സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അത് കാരണം ഇനി ബാക്കി നമ്മുടെ വിഷുവിനുള്ള സദ്യക്കുള്ളതൊക്കെ റെഡിയാക്കണം. സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ കുറച്ച് കറികളൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ സാമ്പാറും ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അവിയൽ വെക്കണം, നെരിശ്ശേരി വെക്കണം, പിന്നെ ക്യാബേജ് അങ്ങനെ എന്തെങ്കിലും ഒരു തോരൻ റെഡിയാക്കണം. പിന്നെ എന്താ പറയാ, പായസം ആദ്യം വെക്കാന്ന് വിചാരിച്ചു. പിന്നെ പായസം ഞങ്ങൾ രണ്ടാളെ കഴിക്കുള്ളൂ. മക്കളാണെങ്കിൽ ഇതൊന്നും തൊട്ട് നോക്ക് പോലും ഇല്ല, നല്ല സാധനങ്ങളൊന്നും കഴിക്കാത്ത പിള്ളേരാ. അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഒരു പായസം മിക്സ് ചെയ്തെങ്കിലും വാങ്ങിച്ചിട്ട് വെക്കുള്ളൂ. അപ്പൊ അതിന് തന്നെ നമ്മൾ 1 ലിറ്റർ പാല് വെറുതെ വേസ്റ്റ് ആക്കാണ്. വേസ്റ്റ് ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാൾ മാത്രമായിട്ട് ഇതൊക്കെ കഴിച്ച് അവസാനിപ്പിക്കണമല്ലോ, അതുകൊണ്ട്. അപ്പൊ അത് കാരണം സാമ്പാർ പായസം ഇങ്ങനത്തെ മിക്സ് നമുക്ക് പായസം വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് പായസം. അപ്പോ പിന്നെ പപ്പടം കാച്ച ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താ പറയാ ഹാപ്പി വിഷു. നല്ലൊരു വർഷമായിരിക്കട്ടെ. എന്തായാലും നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു ആഘോഷമായിരിക്കും. കാരണം ഇപ്പൊ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല പോലെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും വീടുകളിലേക്ക് പോകാനും അങ്ങനെയൊക്കെ നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാം. നമ്മളെന്തായാലും വിഷു എന്ന് പറയുന്നത് വെനസ്ഡേ ആയതുകൊണ്ട് നമ്മൾ അതിന് മുന്നത്തെ സൺഡേ ആണ് ഇന്ന്. കാരണം വർക്കിംഗ് ഡേ ആണല്ലോ. പിന്നെ മക്കൾക്കാണെങ്കിലും ക്ലാസ് ഒക്കെ ഉള്ള ഒരു ദിവസം ആയതുകൊണ്ട് നമുക്ക് അന്നത്തെ ദിവസം തന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒരു 2 ദിവസം കൂടി നേരത്തെയാണ് കേട്ടോ നമ്മുടെ വിഷു. അപ്പൊ ഇനി ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് അതിന്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. എന്തായാലും പച്ചക്കറി വെക്കാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെക്കുക എന്നുള്ളതാണ് മെയിൻ പണി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്ര ഇതില്ല, എല്ലാം ഒരുമിച്ച് വേഗം റെഡിയാക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഞാൻ അവിയലാണ് വെക്കാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിലേക്ക് എന്താ പറയാ മെയിൻ കഷ്ണങ്ങളായിട്ട് മുരിങ്ങ, പിന്നെ ക്യാരറ്റ് ഉണ്ട്, ഉരുളക്കിഴങ്ങ്, പിന്നെ കായ. അപ്പൊ അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ നീളത്തിൽ നുറുക്കി ഫസ്റ്റ് വെക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് റെഡിയാക്കാം. ഓൾറെഡി ഞാൻ നാളികേരമൊക്കെ അതിന്റെ തണുപ്പ് പോകാനായിട്ട് ഐസ് വിടാനായിട്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റപ്പോൾ തന്നെ അത് പുറത്തേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ പണികളൊന്നുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. ഞാൻ ഫസ്റ്റില് പറഞ്ഞ പോലെ എനിക്ക് പച്ചക്കറി സദ്യ അത്ര അങ്ങോട്ട് എക്സ്പീരിയൻസ് ഇല്ല, എങ്ങനെയാ വെക്കേണ്ടതെന്നുള്ളതൊന്നും. പക്ഷെ എന്തായാലും വിഷു അല്ലെങ്കിൽ ഓണം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും സദ്യ തന്നെയാണല്ലോ നമ്മളെല്ലാവരും വെക്കുക. അപ്പം അത് കാരണം അറിയാവുന്ന രീതിയിൽ പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ചു ചോദിച്ചു, അമ്മോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. അധികമൊന്നും വെക്കണില്ല കേട്ടോ. കാരണം നമ്മൾ ഈ എന്താ പറയുക നോൺ വെജൊക്കെ വെക്കുമ്പോൾ നമുക്കതിങ്ങനെ ചൂടാക്കി കഴിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും. പക്ഷേ പച്ചക്കറി സദ്യ ആകുമ്പോൾ നമുക്കത് ആ ഒരു വെച്ച ഒരു ദിവസം കൂടിപ്പോയി അതിൻ്റെ അടുത്ത ദിവസം അത്ര കഴിക്കുമ്പോഴേക്കും നമുക്കതിങ്ങനെ മതിയാവും. അത് കാരണം ഞാൻ അധികമൊന്നും വെക്കണില്ല. അത് കാരണം 1-2 കായ, 2 മുരിങ്ങക്കായ, പിന്നെ 2 ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അതുകളൊക്കെ ഇങ്ങനെ നീളത്തിൽ നമുക്കറിയാമല്ലോ അവിയൽ വെക്കുന്നതിനുള്ള രീതിയിൽ കഷ്ണങ്ങളൊക്കെ ആദ്യം കട്ട് ചെയ്ത് വെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 2 ഉരുളക്കിഴങ്ങ് മുരിങ്ങ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 തന്നെ എടുത്തിട്ടില്ല കേട്ടോ, ഓരോന്ന് വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ. കാരണം അറിയാമല്ലോ നമ്മൾ 2 പേർക്ക് കഴിക്കാനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നീളത്തിലരിക, അതുപോലെ കായാണെങ്കിലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം അതിൽ ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് 2 ആൾക്ക് കഴിക്കാൻ അത് ധാരാളം. അപ്പോൾ അത് കാരണം നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ 2 എണ്ണം വെച്ച് എടുത്തു എന്ന് പറഞ്ഞത്. ഞാനിത് ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ എന്നോട് ഹസ്ബൻഡ് ചോദിച്ചു ഇത്രയും എന്തിനാണ് വെക്കണേന്നുള്ളത്. കാരണം കഴിക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാണ്. കാരണം പണിയെടുക്കുമ്പോൾ എന്തായാലും കൂടുതൽ വെച്ചാലും സെയിം തന്നെയാണല്ലോ. പച്ചക്കറി സദ്യ എനിക്ക് അധികം വെക്കാറില്ല കേട്ടോ. കാരണം നമ്മൾ സാധാരണ എപ്പോഴും വെക്കാറുള്ളത് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ അങ്ങനത്തെ നോൺ വെജ് ഐറ്റംസ് ആണ്. ഫിഷാണ് ഇവിടെ മെയിൻ ആയിട്ട് എപ്പോഴും ഉണ്ടാവാറ്. കാരണം മക്കൾക്ക് കൂടി കഴിക്കാനുള്ള കാരണം അവർ പച്ചക്കറി അങ്ങനെ അധികം കഴിക്കുന്നവരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം അങ്ങനെ വെക്കാറില്ല. ഇടയ്ക്ക് സാമ്പാർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും 1-2 കറികളല്ലാണ്ട് ഈ അവിയലും എരിശ്ശേരിയും എല്ലാം കൂടി വെക്കാതെ ഇപ്പൊ ഇങ്ങനെ ഓണം അല്ലെങ്കിൽ വിഷു ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രം. അപ്പൊ അതുകൊണ്ട് ഞാൻ അമ്മേനെ കാലത്തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ ചോദിക്കാനായിട്ട്. അപ്പൊ അമ്മയോടൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ വെക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിയൽ ശരിക്കും വെക്കുമ്പോൾ ചിലവർ എന്താ പറയുക നമ്മളിങ്ങനെ കുക്കറിലൊന്നല്ല പച്ചക്കറികൾ വേവിച്ചെടുക്കാറ്. ഞാൻ എൻ്റെ പണി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഒറ്റ വിസിൽ വെച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ആണെങ്കിലും നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് സമയ ലാഭവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ കുക്കറിൽ ഒരൊറ്റ വിസിൽ വെച്ചിട്ട് അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഇത് കളയാണ് കേട്ടോ. ആവി കളഞ്ഞിട്ട് ഞാനത് അപ്പോൾ തന്നെ തുറക്കും. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അത്ര ഒന്നിങ്ങനെ വെന്തുടഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ സാമ്പാർ മാത്രം നമ്മൾ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാനുള്ള ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുമായിരുന്നു.
ക്യാബേജ് ആയിരുന്നു പിന്നെ തോരനാക്കി വെക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ക്യാബേജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതന്നെ ഒരു 4-5 ദിവസത്തേക്ക് എടുക്കാനുള്ളതുണ്ടായിരിക്കും. എന്തായാലും പണിയൊക്കെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല. പെട്ടെന്ന് ചോറുണ്ണണ നേരം ആകുമ്പോഴേക്കും ആവാത്തതുകൊണ്ട് ഹസ്ബൻഡും ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു, കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട്. പിന്നെ പച്ചക്കറികൾ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പച്ചക്കറി സദ്യ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പിന്നെ വേഗം വേഗം റെഡിയാക്കാമല്ലോ. പിന്നെ എല്ലാതും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക നാളികേരം എന്താ പറയുക അവിയലാണെങ്കിൽ തൈര് ഒഴിക്കും, പിന്നെ ചുവന്നുള്ളിയാണ്. ഇനി എരിശ്ശേരി ആണെങ്കിൽ ഇതിന് പകരം എന്താ പറയുക നാളികേരവും അതിലേക്ക് വെളുത്തുള്ളിയും അങ്ങനെയൊക്കെ ഇട്ട് ജീരകമൊക്കെ ഇട്ടിട്ടാണ് അങ്ങനെ. അപ്പോൾ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറച്ച് ആ ഒരു മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അവിയലൊക്കെ അങ്ങനെ ഞാൻ റെഡിയാക്കി വരാണ്. എനിക്കറിയാം എൻ്റെ പച്ചക്കറി സദ്യ അത്രയ്ക്കൊന്നും അങ്ങോട്ട് പോരാന്നുള്ളത് എനിക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുക. പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോന്ന് ചെയ്ത് പഠിക്കണേ. അപ്പോൾ എന്തായാലും നമ്മുടെ അവിയൽ ഫസ്റ്റ് തന്നെ റെഡിയാക്കി. ആദ്യം തന്നെ സാമ്പാർ റെഡിയായി, പിന്നെ അവിയൽ ഈ ബാക്കി ഓരോ എന്താ പറയുക കറികളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇവിടെ ശരിയാണ് കേട്ടോ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ കുറച്ചിങ്ങനെ വെള്ളം കൂടിപ്പോയി, അപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. പിന്നെ മത്തങ്ങയാണെങ്കിലും നമുക്കങ്ങനെ അത്ര പഴുത്തിട്ടുള്ളതല്ല കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് വേവിച്ചിട്ട് അങ്ങനെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നന്നായി ഉടഞ്ഞ് അതിലേക്ക് ഇതാവണമല്ലോ. നമുക്ക് കിട്ടിയ മത്തങ്ങ അത്ര അതില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അങ്ങനെ തന്നെ കെടുക്കുകയാണ് വേവിച്ചിട്ടും. പിന്നെ ഞാൻ പതുക്കെ അതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് അങ്ങനെ മാറ്റി റെഡിയാക്കി എടുക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ അവിയലും സാമ്പാറും അതുപോലെ എരിശ്ശേരിയൊക്കെ റെഡിയായി. പിന്നെ പപ്പടം വറുത്തു. നേരത്തെ തന്നെ ഞാൻ ക്യാബേജ് തോരനുള്ളതൊക്കെ ഒന്നിങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ ക്യാബേജ് തോരനും അങ്ങനെ റെഡിയാക്കി. അപ്പോൾ നമ്മുടെ സദ്യക്കുള്ള മെയിൻ സംഭവങ്ങളൊക്കെ റെഡിയായി. ഇത്ര മാത്രമൊന്നുമല്ല കേട്ടോ. സദ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് കറികളുണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണ കുറച്ച് കറികളെ നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ. കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മക്കളെ റെഡിയാക്കിയത്. കാരണം അവരെ ഫസ്റ്റിൽ തന്നെ റെഡിയാക്കി കഴിഞ്ഞാൽ സദ്യ കഴിക്കാനിരിക്കുമ്പോഴേക്കും അവരുടെ കോലമൊക്കെ ആകെ മാറിയിട്ടുണ്ടാവും. ലാസ്റ്റിൽ റെഡിയാക്കി കഴിഞ്ഞാൽ അത്ര കുറച്ച് നേരമെങ്കിലും അതുപോലെയൊക്കെ ഇരുന്ന് കിട്ടുമല്ലോ. അങ്ങനെ നമ്മുടെ കറികളും ചോറൊക്കെ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ സദ്യ കഴിക്കാനിരിക്കുന്നേക്കാളും മുന്നേ മക്കളെയൊക്കെ റെഡിയാക്കായിരുന്നു. അപ്പോൾ പൂവൊക്കെ വെക്കണതിൻ്റെയും പിന്നെ ഇങ്ങനത്തെ പാവാടിയും ബ്ലൗസൊക്കെ ഇടുന്നതിൻ്റെ സന്തോഷത്തിലാണ് അന്നമ്മ. നമ്മൾ ഈ ഓണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്ന സെയിം ഡ്രസ്സ് തന്നെയാണ് കേട്ടോ രണ്ടാൾക്ക് ഇട്ട് കൊടുക്കണേ. അതിന് കാരണം നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ല ഇതുപോലെയുള്ള ഡ്രസ്സൊക്കെ ഇടണമല്ലോ. അത് കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് വിഷുവിന് വേണ്ടി നമ്മളങ്ങനെ വേറെ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല. ഓണത്തിനുള്ള സെയിം അവരുടെ ഡ്രസ്സ് തന്നെയാണ്. അതുകൊണ്ട് മക്കളായതുകൊണ്ട് അവരിങ്ങനെ പെട്ടെന്ന് ഹൈറ്റ് വയ്ക്കണ കാരണം കുറച്ചൊന്ന് ചെറുതായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ വീട്ടിലൊരു സദ്യ കഴിക്കാനുള്ള അതിനുള്ള എന്താ പറയുക ഇടാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട്. അത്രയല്ല, എല്ലാം വേണം, എല്ലാം വേണം. അങ്ങനെ ഞങ്ങളുടെ കുട്ടി സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പിന്നെ വിളിക്കായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. നമ്മളത് കഴിക്കാൻ ഇരുന്നപ്പോൾ കുറച്ച് ലേറ്റായിട്ടോ, കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ ലേറ്റായി. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ലേറ്റായി. അങ്ങനെ കുറച്ച് ലേറ്റായപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മുടെ വിഷു സദ്യയൊക്കെ നമ്മൾ കഴിച്ചത്. അന്നാസ് എവിടെ ഇരിക്കണേ? എന്നാ അവിടെ ഇരുന്നോ. നീ ഇവിടെയല്ലേ ഇരിക്കണേ? വാ വാ. അന്ന് ഇവിടെയാണ്, ഇവിടെ ഇതിലാണ് ഫിഷ് ഉള്ളത്. ഇനി ഏത് ഫിഷ് എനിക്കറിയില്ല. സദ്യയിൽ പെടാത്ത ഒരാളും കൂടി മക്കളുടെ ഇലയിലുണ്ട് കേട്ടോ. അവർക്ക് മീൻ വറുത്തതും കൂടിയും വെച്ചിട്ടുണ്ട്. കാരണം ഈ സദ്യ മാത്രം കൂട്ടിയിട്ട് അവർ ചോറുണ്ടില്ല. അത് കാരണം നമ്മളുടെ വീട്ടിൽ തലേദിവസം ഉണ്ടാക്കിയിട്ടുള്ള മീൻ വറുത്തതും കൂടിയും പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചില സൈഡിലൊക്കെ ഇങ്ങനെ സദ്യയുടെ കൂടെ നോൺ വെജും വിളമ്പാറുണ്ടല്ലോ. അപ്പോൾ നമുക്കും ഞങ്ങൾക്കില്ല, മക്കൾക്ക് അപ്പോൾ അതും വേണമെന്ന് പറഞ്ഞിട്ട് അത് കൂട്ടിയിട്ട് അവർ ചോറുണ്ണുള്ളൂ. അപ്പോൾ അത് കാരണം എന്തെങ്കിലും കൂട്ടി കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്
അവർക്ക് മീനും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് ഇലയിലൊക്കെ ഫുഡൊക്കെ ഇട്ടിട്ട് പിന്നെ അതൊക്കെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതാക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കണം, എന്നാലേ അവർ ഫുഡ് കഴിക്കുള്ളൂ. മോൻ പിന്നെ ഇപ്പോൾ ഒന്ന് പതുക്കെ തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. മോൾക്കപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട് ഇരിക്കാൻ. എല്ലാവർക്കും പിന്നെ വിശപ്പ് നല്ലോണം ആയിട്ടോ, കാരണം ചോറുണ്ണത് കഴിഞ്ഞ് ചായ കുടിക്കുന്ന സമയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് ലേറ്റ് ആയ കാരണം എല്ലാവരും വേഗം കഴിച്ചു തുടങ്ങി. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യ കഴിക്കും, അതിൻ്റെ ഒപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ടി വിയിൽ ഏതെങ്കിലും നമുക്ക് സാധാരണ ഓണം വിഷുവിൻ്റെയൊക്കെ സമയത്ത് ഇങ്ങനെ പുതിയ സിനിമകളൊക്കെ വരുമല്ലോ, അതേതെങ്കിലും ഇരുന്ന് കാണാം. അതാണ് നമ്മുടെ ഒരു സ്ഥിരം ആ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്, ഇങ്ങനെ ഓണം വിഷു ഒക്കെ വരുമ്പോൾ. പക്ഷെ ഇപ്പോൾ ഈ സിനിമകളൊക്കെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അങ്ങനെ പുതിയ സിനിമയൊന്നും വരുന്നില്ല. പിന്നെ വരുന്ന സിനിമകളൊക്കെ നമ്മൾ OTT-യിലൊക്കെ നേരത്തെ കണ്ടിട്ടുള്ള കാരണം അങ്ങനെ സിനിമ കാണാനും ഇപ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ പായസവും പിന്നെ പഴവും പപ്പടമൊക്കെ കൂട്ടി കുഴച്ചിട്ട് കഴിക്കണം. അപ്പോഴാണ് ആ ഒരു സദ്യ കഴിച്ച ആ ഒരു ഫീല് നമുക്ക് ശരിക്കും അങ്ങോട്ട് ആവുള്ളൂ. പിന്നെ ഞങ്ങൾ ഓണത്തിന് പൂക്കളിടുന്ന പോലെ ഇപ്രാവശ്യം വിഷുവിനും ചെറിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ടോ. കാരണം നമ്മൾ അവിടെ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഞാൻ അവിടെ പൂവൊക്കെ കണ്ടപ്പോൾ എന്തായാലും കുറച്ച് പൂവ് എടുക്കാം, പിന്നെ മക്കൾക്കാണെങ്കിലും ഇതൊക്കെ ഒന്ന് ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അത് കാരണം കുറച്ചെടുത്തിട്ടുള്ളൂ. നമ്മൾ ഓണത്തിന് വാങ്ങിച്ച് പൂക്കളിടുന്ന പോലെ ഒന്നും ഇട്ടിട്ടില്ല. എന്നാലും നമ്മൾക്ക് വിഷുവിനും ഇപ്രാവശ്യം ഒരു വിഷു പൂക്കളം നമ്മളങ്ങനെ റെഡിയാക്കായിരുന്നു. ഇതൊക്കെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം സദ്യ ഉണ്ടാക്കാൻ ഓൾറെഡി ലേറ്റായി. അപ്പോൾ കാലത്ത് എണീറ്റിട്ടൊക്കെ പൂവിടണമെന്നൊന്നും വിചാരിച്ച് നടന്നില്ല. പിന്നെ അത് ഓണമല്ലല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ആയപ്പോഴാണ് നമ്മൾ മക്കളെല്ലാവരും കൂടി ഇരുന്നിട്ട് പൂവിടാനായിട്ടിരുന്നത്. നമ്മൾ അവർക്ക് ഇടാനായിട്ട് കൊടുത്തു. ഇനി അവർക്ക് ചാൻസ് കിട്ടിയില്ല, അവർക്ക് ഇടാനെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കണം. കാരണം അങ്ങനെ ചെറിയൊരു വിഷു പൂക്കളമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇപ്രാവശ്യത്തെ വിഷു അങ്ങനെയാണ് നമ്മളിങ്ങനെ ആഘോഷിച്ചത്. ഉള്ളത് ഇട്, കുറച്ചുള്ളത് ഇടും. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വിഷു ആഘോഷം. ഒരു കുഞ്ഞൊരു വിഷു സെലിബ്രേഷൻ, അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഫാമിലി മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഓണത്തിൻ്റെ നമ്മുടെ ഡ്രസ്സൊക്കെ ഉള്ള കാരണം അങ്ങനത്തെ ഡ്രസ്സൊക്കെ മക്കളെയൊക്കെ ഇടിച്ച് നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. പായസം വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം ഇവിടെ ഞങ്ങൾ രണ്ടാളെ കഴിക്കുള്ളൂ. മക്കളാണെങ്കിൽ ഈ ഇതൊന്നും കഴിക്കാൻ പോകണില്ല. പപ്പടം എന്തെങ്കിലും സാമ്പാർ മാത്രമാണ് അവർ കഴിക്കാൻ പോകുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ ആദ്യം പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പായസം മേടിച്ചു. ഞാനിവിടെ സേമിയ പായസത്തിന്റെ മിക്സൊക്കെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഉണ്ടാക്കിയില്ല. അപ്പൊ എന്തായാലും കുറച്ചും കൂടി ആളുകളൊക്കെ ഉണ്ടാവുമ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കാം. സേമിയ പായസവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടപ്രഥമനാണ് ഇവിടെ ഹസ്ബൻഡിന് ഇഷ്ടം. അപ്പോൾ 2 പായസവും പഴവും പിന്നെ പപ്പടമൊക്കെ കൂട്ടിയിട്ട് സദ്യയൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് ലേറ്റായി. ഉച്ചയ്ക്ക് കഴിക്കേണ്ട സദ്യ കഴിച്ചു വന്നപ്പോൾ എല്ലാം റെഡി ആയി വന്നപ്പോൾ 4-4:30 ആയപ്പോഴായിരുന്നു കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. ഇതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും നല്ലൊരു വിഷു ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹാപ്പി വിഷു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you on my next video. Bye.